ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 10-30 ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ശരിക്കും പുതിയ സെമ്മൊക്കെ തുടങ്ങിയിട്ട് അതിന്റെ പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല തിരക്കായി പോയി. അപ്പൊ അതാണ് എന്റെ വിശേഷങ്ങളൊക്കെ. അപ്പം ഓൾറെഡി തേർഡ് സെമ്മിന്റെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് സെമ്മിന്റെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തേർഡ് സെമ്മ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഫാർമക്കോളജി പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്നങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സീരിയസ്ലി ഫാർമക്കോളജി എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ആ ഒരു മൈൻഡ് സെറ്റ് ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം എടുത്തു കളയുക. അത് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളതായിട്ട് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോയ ഒരാളായിരുന്നു. എന്നെ കൊണ്ട് എന്തൊക്കെ വന്നാലും പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ അവസാനം എക്സാം ആകുമ്പോൾ നമ്മൾ പഠിച്ചല്ലേ പറ്റൂ, വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒന്ന് പഠിച്ച് ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. അപ്പൊ ലാസ്റ്റ് മൊമെന്റ് അങ്ങനെ തോന്നുന്നതിലും നല്ലത് ആദ്യമേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓഫ് കോഴ്സ് ടഫ് ആയിട്ടുള്ളൊരു സെം ആയിരിക്കും നമ്മുടെ ഫോർത്ത് സെം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമുക്ക് എല്ലാം നമ്മളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് വരുന്നത്. മെയിൻ ആയിട്ടും ഫാർമക്കോളജി തന്നെയാണ്. ഓഫ് കോഴ്സ് ഫാർമക്കോളജി പാടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തീരെ ഇത് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ആദ്യം എടുത്ത് കളയേണ്ടത്. അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ഫാർമക്കോളജി പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. നമുക്ക് തേർഡ് സെമ്മിൽ ഫാർമക്കോളജി 1 പഠിക്കാനുണ്ട്, ഫോർത്ത് സെമ്മിൽ ഫാർമക്കോളജി 2 പഠിക്കാനുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും ഫോർത്ത് സെമ്മിൽ എക്സാം വരിക. കൂടെ തന്നെ പത്തോളജി 1ഉം പത്തോളജി 2ഉം കൂടെ തന്നെ ഫോർത്ത് സെം ആകുമ്പോൾ നമ്മൾ ജനറ്റിക്സ് കൂടെ പഠിക്കും. അപ്പൊ ഇത്രയും കൂടെ ചേർന്നുള്ള ഒരു 75 മാർക്കിന്റെ എക്സാം ആയിരിക്കും നമുക്ക് ഫോർത്ത് സെമ്മിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സീൻ അവസ്ഥയായിരിക്കും. ഇപ്പൊ എന്റെ എക്സാമിന്റെ കാര്യം പറയാൻ തന്നെ, എനിക്ക് ശരിക്കും പത്തോളജി ആയിരുന്നു കുറച്ചും കൂടെ ഇഷ്ടം. പക്ഷെ എക്സാം പേപ്പർ ഫാർമക്കോളജി ആയിരുന്നു കുറച്ചും കൂടെ എല്ലാവർക്കും എളുപ്പമായിട്ട് വന്നത്. പത്തോളജി പാടാക്കിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത് കമ്പാരിറ്റീവ്ലി. സോ നമുക്ക് എന്താ, നമ്മൾ ഒരു സബ്ജക്ട് മാത്രം പഠിച്ചിട്ട് പോയിട്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവത്തില്ല. സോ നിങ്ങൾ ഫാർമക്കോളജിക്കലും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അപ്പം ജസ്റ്റ് ഞാൻ ആദ്യം എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറയാം. നമുക്കിപ്പോൾ ഒരുപാട് ഡ്രഗ്സ് പഠിക്കാനായിട്ട് കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ആന്റി എമിറ്റിക്സ് കാണും, ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് കാണും. അപ്പോൾ അത് ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പല 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 ക്ലാസിഫിക്കേഷൻസ് വരും. അതിൽ തന്നെ ഇപ്പൊ എന്തൊക്കെ വരും, ഡയൂററ്റിക്സ് വരും, പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കർ, റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്റർ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും, വാസോ ഡയലേറ്റേഴ്സ്. അപ്പം ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഡയൂററ്റിക്സിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ കാണും. ഇപ്പൊ തയാസൈഡ്സ് കാണും, പൊട്ടാസ്യം സ്പെയറിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. ഇപ്പൊ ഒരു തയാസൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ക്ലോർത്താലിഡോൺ അല്ലെങ്കിൽ ഇൻഡാപമൈഡ് അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരും. അതാണ് എക്സാമ്പിൾ വരുന്ന 2 ഡ്രഗ്. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിക്കണം. ഇങ്ങനെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. മിനിമം ഇപ്പോൾ ഒരെണ്ണത്തിൽ നമ്മളൊരു 2 എക്സാമ്പിൾ വെച്ചെങ്കിലും ഡ്രഗ്സിന്റെ പേര് പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പാരസിറ്റാമോൾ എന്ന് പറയത്തില്ല, അതിന് നമ്മൾ അസെറ്റാമിനോഫെൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ. അതുപോലെ തന്നെ ഇപ്പം ആസ്പിരിൻ, അങ്ങനെ എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. നമ്മൾ വെറുതെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹെഡിങ്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ, അതിനുള്ളിലുള്ള അതിൽ വരുന്ന എക്സാമ്പിൾസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കാണ്ട് പോവാ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിക്കല്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പഠിക്കാനൊക്കെ പറ്റും. ആദ്യമൊന്നും പറ്റണമെന്നൊന്നും ഇല്ല, അത്യാവശ്യം പാട് തന്നെയാണ് ഇത്രയും പഠിക്കാന്നൊക്കെ പറയണേ. എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. മെയിൻ എക്സാം ആയപ്പോഴാണ് ശരിക്കും ഞാൻ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങുന്നത് തന്നെ. ബട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഫോർത്ത് സെമ്മിലെങ്കിലും നന്നായിട്ട് ആദ്യം തൊട്ടൊക്കെ പഠിക്കുക. അപ്പൊ ആദ്യം നമ്മളിപ്പോ എഴുതേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളിപ്പോ ആന്റി ഹൈപ്പർ ടെൻസീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 2 സെന്റൻസ് പഠിച്ചു വെക്കുക. ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ BP കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ആ ഒരു ഡ്രഗ്സ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെന്ന് പറയുമ്പോൾ ബോഡിയിൽ ഈ ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതിപ്പം ഒരു ആന്റി ഹൈപ്പർ ടെൻസീവ്സ് പറയാനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡയൂററ്റിക്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പഠിക്കണം. അതുപോലെ തന്നെ വാസോ ഡയലേറ്റേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പഠിക്കണം. കാൽഷ്യം ചാനൽ ബ്ലോക്കർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പഠിക്കണം. നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കത്തില്ല, അതാണ് സംഭവം. പിന്നെ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കോമൺ ആയിട്ട് ആന്റി ഹൈപ്പർ ടെൻസീവിന് മാത്രം ഒരു കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കുക, അതാണ് ഓപ്ഷൻ ഉള്ളത്. പിന്നെ ആന്റി ഹൈപ്പർ ടെൻസീവ്സ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം എല്ലാം പഠിക്കണം. ബിക്കോസ് ഞാൻ ആന്റി ഹൈപ്പർ ടെൻസീവ് നിങ്ങൾക്ക് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അത്, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഡ്രഗ് ആണ് ആന്റി ഹൈപ്പർ ടെൻസീവ്സ്. ഞങ്ങളുടെ essay ക്വസ്റ്റ്യൻ ആയിരുന്നു ആന്റി ഹൈപ്പർ ടെൻസീവ്സ്, 10 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആണ്.
സോ അത് ഉറപ്പായിട്ടും പഠിക്കുക. അപ്പം അത് പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പഠിക്കേണ്ടത്, ഞാൻ ഇപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറഞ്ഞത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്തും അത് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റം എടുത്താലോ, അല്ലെങ്കിൽ ഒരു CNS സെൻട്രൽ നെർവസ് സിസ്റ്റം എടുത്താലോ, അങ്ങനെ ആ ഒരു ഡ്രഗിന് എവിടെയൊക്കെ എന്തൊക്കെ ആക്ഷൻ ഉണ്ട്, അത് സ്റ്റിമുലന്റ് ആണോ അതോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫാർമക്കോളജിക്കൽ ആക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നമ്മൾ എഴുതേണ്ടതെന്ന് പറയുമ്പോൾ ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ എത്തി, നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫേറ്റ് എങ്ങനെയാണ്, അല്ലെ അതിന്റെ ഒരു ഭാവി കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ വിധി എങ്ങനെയാണ്, ബാക്കി ശരീരത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അബ്സോർപ്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മെറ്റബോളിസം ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് ആ ഒരു ഡ്രഗ് അബ്സോർബ് ആവുന്നത്, കൂടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലഡിൽ കൂടെ ആണോ, അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെറ്റബോളൈസ് ചെയ്യുന്നത് എവിടെയാണ്, കൂടുതൽ ഡ്രഗ്സും ലിവറിലാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എക്സ്ക്രീറ്റഡ് ബൈ ദ യൂറിൻ ആണോ അതോ സ്കിന്നിൽ കൂടെ ഉള്ള എക്സ്ക്രീഷൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം മാക്സിമം ഇതിൽ തെറ്റ് വരുത്താതെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നെ പോലും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. കുറെ പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റണ പോലെ ആരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ എഴുതേണ്ടത് തെറാപ്യൂട്ടിക് യൂസസ് ആണെന്ന് പറയുമ്പോൾ യൂസസ് അഥവാ ഇൻഡിക്കേഷൻസ്. ഇത് ഏതൊക്കെ ഇപ്പൊ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആണെങ്കിൽ നമ്മളത് എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ആണ്, എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് യൂസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആണെങ്കിൽ നമുക്കിപ്പോൾ അത് ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യാം, BP കൂടിയ ആൾക്ക് യൂസ് ചെയ്യാം, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഡിക്കേഷൻസിൽ പറയുന്നത്. അടുത്തതായിട്ട് ഡോസ്, റൂട്ട്, ഫ്രീക്വൻസി അതൊക്കെയാണ്. ഇപ്പൊ ഒരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഏത് റൂട്ടിൽ കൂടെ ആണ്, ഇപ്പം എന്താ ഓറൽ റൂട്ട് ആണോ IV ആയിട്ടാണോ കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് റൂട്ടിൽ പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര നേരം കൊടുക്കുന്നു, OD ആണോ BD ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എഴുതേണ്ടത് അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പൊ വോമിറ്റിങ്, നോസിയ, റാഷസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കോമൺ ആയിട്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓരോ ഡ്രഗിനെ നിങ്ങൾ ഇത് പർട്ടിക്കുലർ ആയിട്ട് പഠിക്കണം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന അഡ്വേഴ്സ് എഫക്ട്സ് ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അടുത്തായിട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഏതൊക്കെ കേസിൽ യൂസ് ചെയ്തുകൂടാ, ഇപ്പൊ പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്തുകൂടാ, അല്ലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവർ യൂസ് ചെയ്തുകൂടാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ വരുന്നത്. കൃത്യമായിട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട് ഓരോ ഡ്രഗ്സിനും. അപ്പം അതാണ് കോൺട്രാ ഇൻഡിക്കേഷനിൽ എഴുതേണ്ടത്. അടുത്ത ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് ഒരു ഡ്രഗ് കൊടുക്കുകയാണ്, ഇപ്പൊ ഒരു ആന്റി ഹൈപ്പർടെൻസീവ് കൊടുക്കുകയാണ്, അതിന്റെ കൂടെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഡ്രഗും കൂടെ പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്, പേഷ്യന്റ് ഓൾറെഡി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് വരാം, അത് ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ BP കൂട്ടുകയോ BP കുറയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പം ഡ്രഗ് ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ എഴുതേണ്ടത്. ഇപ്പൊ ആന്റി ഹൈപ്പർടെൻസീവും വേറൊരു ഡ്രഗും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന റീസൺ ഉണ്ടാവും, ഇത്ര എഴുതിയാൽ മതി ഒരു സെന്റൻസിന്. അങ്ങനെ ഒരു 2-3 എണ്ണം അല്ലെ 1-2 എണ്ണം. പിന്നെ നമ്മൾ ഫൈനലായിട്ട് നഴ്സസ് റെസ്പോൺസിബിലിറ്റി ആണ്. ഈ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യന്റിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മളൊരു ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എഴുതേണ്ടത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഇതൊന്നും എല്ലാം എഴുതാൻ പറ്റണമെന്നൊന്നും ഇല്ല, പക്ഷെ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്നൊക്കെ മേ ബി ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അപ്പൊ ഞങ്ങൾക്ക് ആന്റി ഹൈപ്പർടെൻസീവ് ചോദിച്ച സമയത്ത് ആദ്യം ഇങ്ങനെ ക്ലാസിഫൈ ആന്റി ഹൈപ്പർടെൻസീവ്സ്, അപ്പൊ നമ്മൾ മൊത്തത്തിൽ ക്ലാസിഫിക്കേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്റേഴ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, യൂസസ്, അങ്ങനെ എന്തോ ആയിരുന്നു ക്വസ്റ്റ്യൻ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ നമുക്ക് എടുത്തു പറയും എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഇൻഡിക്കേഷൻ ആണോ അതോ അഡ്വേഴ്സ് എഫക്ട്സ് ആണോ യൂസസ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. മെക്കാനിസം ഓഫ് ആക്ഷൻ ആണോ അത് പറയും. ഇത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊക്കെ എഴുതി വെക്കണം. ഈ പറഞ്ഞ ഞാൻ ഇതിലിപ്പോ എല്ലാ പറഞ്ഞ ഹെഡിങ്സിലും അണ്ടറിലാണോ എല്ലാം എഴുതിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല എല്ലാം ഒന്നും എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒന്നും അറിയത്തില്ല. ബിക്കോസ് എനിക്ക് ശരിക്കും പഠിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഫാർമക്കോളജി. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്തിനാ ഇത് പഠിക്കുന്ന, എനിക്ക് പഠിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഞാൻ തല്ലിക്കൊന്ന അത് പഠിക്കത്തില്ല, അങ്ങനൊക്കെ ആയിരുന്നു. സോ പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ പഠിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവസാനത്തെ ഒരു 1-2 വീക്ക് ഒക്കെയാണ് നോക്കാൻ തുടങ്ങിയത്. അപ്പം തോന്നി കൊള്ളാം, വലിയ കുഴപ്പമില്ല,
വിചാരിച്ചായിരുന്നേ നേരത്തെ പഠിക്കായിരുന്നു, നമ്മൾ അഹങ്കാരം കാണിച്ചിട്ടാണല്ലോ എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് വന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീരെ നമ്മൾ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ പഠിക്കത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാണ്ടിരിക്കുക. പഠിച്ചേ പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് എക്സാമിന് പാസ്സാവണമെങ്കിൽ. സോ കുറേശ്ശെ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. വിചാരിച്ചാൽ പഠിക്കാനൊക്കെ പറ്റും. പിന്നെ ആദ്യം ഒന്നും ഇതൊന്നും ഓർമ്മയൊന്നും ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു സാർ ഇപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ആന്റിഎമിറ്റിക്സ് പഠിക്കാൻ പറയും, നമ്മൾ ചിലപ്പോൾ ഒരു തവണ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയൊന്നും കാണത്തില്ല ഈ ഡ്രഗ്സിന്റെ പേരൊന്നും. ഇപ്പോൾ ഓണ്ടാസിട്രോൺ അതൊക്കെ ഒന്നും ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ഓർമ്മ കാണും, അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ഓർമ്മയൊന്നും വരത്തില്ല. ഇങ്ങനെ ആലോചിച്ച് പക്ഷെ നമ്മൾ 2-3 വട്ടം ആകുമ്പോഴത്തേക്ക് അത് പഠിക്കും. പിന്നെ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഡ്രഗ്സിന്റെ പേര് നമ്മൾ മറന്നു പോവാം, അങ്ങനെ എല്ലാം വരും. സോ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഏകദേശം ഫാർമക്കോളജിയെ പറ്റിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ 3rd സെമ്മിൽ പഠിച്ചത് അന്നിങ്ങനെയുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ കമന്റ് സെക്ഷനിലൂടെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഉറപ്പായിട്ടും സെൻഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.